ഹായ്, വെൽക്കം ടു ലൈക്ക് ബഗൈനില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തോട്ട് പോകണം. എല്ലാവരും പനി പിടിച്ചില്ല, തൊണ്ട വേദന, ചുമ, ജലദോഷം, അങ്ങനെ എല്ലാവർക്കും കേട്ടോ. ഒരാഴ്ചയായി. ഞാൻ വയനാട് പോയില്ല. വയനാട് പോയ സമയത്ത് റബേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അത് സാറൊക്കെ പിടിച്ച്, പിന്നെ അവിടെ നിന്ന് ഡോപ്പിക്ക് പിടിച്ച്, ഇപ്പം എമ്മിക്കുട്ടിക്കും എനിക്ക് അതിനേക്കാളും മൈഗ്രെയിനാണ് വന്നത്. എന്നെ ഇതില്ല, ഫോക്കസ് ചെയ്യണില്ല എന്നെ. എനിക്ക് മൈഗ്രെയിൻ ആയിട്ടേ, മൈഗ്രെയിൻ മനസ്സിലായില്ല. എപ്പോഴും വന്ന സിംറ്റംസ് അല്ലായിരുന്നു. ശക്തമായ വേദനയുണ്ട്. ഞാൻ വിചാരിച്ച് മൈഗ്രെയിൻ ആണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പോയേനെ ഹോസ്പിറ്റലിൽ. അപ്പം അങ്ങനെ പോയിട്ട് ഇപ്പം മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ ആ മൈഗ്രെയിൻ്റെ മരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ, ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല. ഇവിടെ ഇങ്ങനെ സിവിയറായിട്ട് വരുമ്പോൾ 5-6 ദിവസമൊക്കെ നിൽക്കുന്ന മൈഗ്രെയിൻ വരും. ഒരാഴ്ചയൊക്കെ ഞാൻ 5 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്ന് ഡോപ്പി പറഞ്ഞെന്താന്നറിയാമോ? എലിസ, നീ പേടിക്കണ്ടടി, നിനക്ക് ബ്രെയിൻ ട്യൂമറാണ്, സാറിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ പേടിച്ചൊക്കെ പോയിട്ടുള്ള രീതിയിലൊക്കെ മൈഗ്രെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മൈഗ്രെയിൻ ആണ്. മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പൊ ഇവരെനിക്ക് സർപ്രൈസ് ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതാണ് എന്റെ സ്ട്രെങ്ത്. എന്ത് ചെയ്താലും ഞാൻ അറിയും. അപ്പൊ ഇവരെന്നെയും കൊണ്ട് പോയിട്ട് കേക്ക് മേടിക്കാൻ പോകും. രസമതല്ലട്ടാ. അപ്പൊ എമ്മിക്കുട്ടി എനിക്കൊരു കാർഡ് ഉണ്ടാക്കുവാണെ, ഒളിച്ചൊന്നും ഉണ്ടാക്കുവാട്ടാ. എന്നിട്ട് അവള് പറയണേ, സാറ് ചേച്ചിക്ക് ഞാൻ കാർഡ് കൊടുക്കാൻ മറന്നുപോയി, അതിനുണ്ടാക്കിയിടും. ഐ ലവ് യു ബ്യൂട്ടിഫുൾ മാവും, അത് കറക്റ്റാണ്. അപ്പം കേട്ടില്ല. വാവട്ടാ. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത പോലെ അങ്ങോട്ട് അഭിനയിച്ച്. അന്ന് ഞങ്ങൾക്ക് പോയിട്ട് വരാം. ഇപ്പൊ പോണത് എമ്മിക്കുട്ടിക്ക് ഇന്നലെ ഒന്ന് മറ്റേ നമ്മൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നെബുലൈസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിൻ ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഡോക്ടർ തന്നില്ല, എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് എഴുതി വാങ്ങിക്കണം. റബേക്കയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇന്നലെ പറഞ്ഞു, പക്ഷെ കയ്യിലേക്ക് തന്നില്ല. അപ്പോൾ അതും വാങ്ങിക്കണം. ഇനി പുറത്ത് നിർത്തണ്ടല്ലോ. എനിക്ക് ഫോൺ നല്ല വേലേ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. കിട്ടി. പിന്നെ സാധനം മേടിക്കണം. പിന്നെ മേടിച്ചാ മതി. ഇതാണോ അതിനകത്ത് ഒഴിക്കേണ്ട മരുന്ന്? അതാണോ? ഇത് മരുന്ന്. റിസൾട്ട് മേടിച്ചു. റിസൾട്ട് എടുത്ത പ്രിന്റർ കേടാണ്. അതുകൊണ്ട് അവരുടെ ടെസ്റ്റ് ചെയ്തതിന്റെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടേ, ആ മെഷീനിൽ നിന്നാണ് എടുത്തത്. നോർമൽ ആ പ്രിന്റർ കേടാ. അപ്പൊ ഇങ്ങനെ വരുള്ളൂ റിസൾട്ട്. ഞാൻ വായിച്ചു തരാം. വായിക്കാനൊക്കെ റെഫറൻസ് റേഞ്ചും എല്ലാം ഉണ്ട്, വായിക്കാം. ഇങ്ങനെ വരുള്ളന്നേ ഉള്ളു. എന്താ ESR 21. അതിങ്ങനെ പനിയൊക്കെ വരുമ്പോ കുറച്ച് കൂടി നിൽക്കുമല്ലോ. ഡോക്ടർ പറഞ്ഞ സാധനം എന്താണെന്നറിയാമോ? കൂടുതലാണെന്ന്. WBC 16. അത് കൂടുതലാണ്. 12 വരെയായിട്ടേ പാടുള്ളൂ. ഇച്ചിരി കൂടുതലല്ലേ ഉള്ളു. ഇങ്ങനെയൊക്കെ വരുമ്പോ ഇച്ചിരി സ്വാഭാവികമായിട്ടും അത് കൂടും. ബോഡി കൂട്ടും ഡിയേഴ്സ്. ഇന്നലെ ഡോക്ടറിന് അഡ്മിറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്യണം. ആന്റിബയോട്ടിക് എടുത്തല്ലേ? പിന്നെ നല്ല ഡോണറ്റ് മേടിച്ചു പകരം സോൺ പപ്പടി. എന്തിനാ പകരം? ഡോണറ്റ് കിട്ടിയില്ല. സോൺ പപ്പടി എനിക്ക് ഇഷ്ടമാണ്. മദാമ പുല്ല് എന്നൊക്കെ പറയുന്ന സാധനം. പുല്ല് 5 രൂപ ഒരെണ്ണത്തിന്. 5 രൂപ എനിക്കിഷ്ടമാണത്. അപ്പം ഞാനിത് വാങ്ങിച്ച്. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ നടന്നു. കഷ്ടമാണ് കേസ്. എനിക്കിതൊക്കെ ഇല്ലേ. അതാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ. നിങ്ങൾ അങ്ങനെയല്ലേ മനുഷ്യന്മാരെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്? വേണ്ട, നീ എന്നെ കൂട്ടാണ്ട് പോകണം. 2 പാക്കറ്റ് ബലൂൺ ഞാൻ തന്നെ മേടിച്ചേക്കണം. ഇതെന്റെ വയസ്സ് ഉണ്ടോ? ഇത് എത്രയാണ്? അതെല്ലാം ഞാൻ തന്നെ മേടിച്ചു. ആ ചേട്ടനോടത്തുണ്ടാവും. ഇതാർക്കാണ് അത്ര ഇത്രയും വലിയ വയസ്സൊക്കെ മേടിക്കണത്?
ആ തിരിച്ചറിയാം, ഞാൻ നല്ല തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് വന്നു ഗൈസ്. 120 രൂപയുള്ളൂ ഇന്ന് ചിക്കനും മേടിച്ച്. വാ ഇറങ്ങാൻ, എനിക്ക് വയ്യ. വാ കിടന്നു ഉറങ്ങിട്ടാ. ആ മരുന്ന് കഴിക്കണോണ്ടേ കിടന്നിട്ട് എടേ സാര ഉണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ വാ. സോസ് ഇല്ല പക്ഷെ സോസ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് അല്ലേ അത് കഴിക്കാൻ പറ്റണം. കേട്ടാ ഉള്ളി നല്ല പനിയും എന്നാ പുറം നല്ല ക്രിസ്പി ഉണ്ട്. അമ്പോ പപ്പേനെ മേക്കപ്പ് ചെയ്യണം അവിടെ. ആ കണ്ണെഴുതിയിട്ട് നല്ല ഭംഗിയുണ്ട്. കട്ടണൊന്ന് പോയിട് പാടാ. കണ്ണെഴുതിയ പോലെ ഉണ്ടല്ലോ. കണ്ണെഴുതിയ പോലെ ഉണ്ടല്ലോ. എന്നിട്ട് നോക്കട്ടെ. അത് ഞാനിപ്പോ കണ്ണെഴുതിയപ്പോ ലിപ്സ്റ്റിക് ഒക്കെ ദൈവമേ, ഞാൻ നല്ലോണം കണ്ണെഴുതി. ഇപ്പൊ കണ്ണു ജിമ്മ കൊണ്ട് തെറ്റിപ്പോയപ്പോ മോള് നല്ലോണം എഴുതിയത്. ഞാൻ മര്യാദ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന് പറയണത് ഇതിനെ. ചൊറിയുന്നുണ്ടാ? ശരിക്കല്ലേ പപ്പ? പക്ഷെ കണ്ണെഴുതുന്നതിന്റെ ആ ഒരു ഫ്ലോ നശിഞ്ഞു പോവും. ഗോപിക്ക് കണ്ണെഴുതിയിട്ട് കൊള്ളാൻ കേട്ടോ ഗോപി. ഈ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോ ആണുങ്ങൾ മീശ എടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യാ? ആ പോവും. വൈകുന്നേരം കടയിൽ പോകുമ്പോ ആൾക്കാര് ചിരിക്കുക. ആ ഇങ്ങനെ വെച്ചോണ്ട് പോയ ആൾക്കാർ ഫേസ് വാഷ് ചെയ്തിട്ട് പോണം. കൊള്ളാട്ടോ. കൊച്ചിന്റെ മേക്കപ്പ് ചെയ്യാനുള്ള കഴിവാണ് ഈ വികസിച്ചോണ്ടിരിക്കണത്. കണ്ണു തുറക്കല്ലേ അപ്പ, കണ്ണു തുറക്കല്ലേ. നേരത്തെ ഞാൻ ഇങ്ങനെ പിടിച്ചാണ് ചെയ്തത്. അപ്പത്തേക്ക് ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള പരിപാടി ഇതാണല്ലേ എമ്മിക്കുട്ടാ. മുടി കെട്ടിയിട്ടുണ്ടാ ഫ്രണ്ടില്? മുടി ഫ്രണ്ടിൽ കെട്ടി വെച്ചേക്കണ. ദൈവമേ, ഇതേ ഇത് കെട്ടി വെച്ചേക്കുന്ന. നേരത്തെ ഡോപ്പി അവിടെ ഇരുന്ന് എന്നോട് സംസാരിച്ചില്ലേ? അപ്പൊ ഞാൻ അതെന്താണ് ഫ്രണ്ടിൽ കാണിച്ചേക്കണെന്ന്. കമ്മലോടെ ഇങ്ങോട്ട് തിരി. കമ്മല് അത് കൺമഷി വെച്ച് മറുക എന്തിനാ ഇതിന് മാത്രം മറുകി മനുഷ്യനിട്ട് കൊടുത്തേക്കണത്? ആ കുരുമെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കണ്. കൊള്ളാം. മാല നെക്ലസ് ഇട്ട് കൊടുത്ത് കൊള്ളാം. മൊത്തത്തിലൊരു ചന്തമൊക്കെ ഉണ്ട്. ഇത് മിറർ ഇമേജാ കാണിക്കണ. ആണോ? തിരിച്ചു പിടി. അത് ഇങ്ങനെ പിടിക്കണ, കുത്തിത്തല കുത്തി പിടിക്കണ. അല്ല തല തിരിച്ച്. 3 എങ്ങനെ എഴുതണ? ഇങ്ങനെ. ആ അപ്പൊ അങ്ങനെ എടുത്തോ. ഇപ്പൊ ഇങ്ങനെ ശരിക്കും കാണിക്കണ്ട. അപ്പൊ 34 എന്നാ വായിക്കണം. ആ 34 എന്റെ വയസ്സ്. ആണല്ലേ? ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോവാണ്ട. നാളത്തേക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ പോകണം. എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് പോകും. വെളിയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ ചുമ്മാ മേടിച്ച് വെച്ചതാണ്. അതൊരു ഈ സർപ്ലസിൽ പോയപ്പോൾ ഡ്രസ്സിൻ്റെ 100 രൂപ അല്ലേ, 100 രൂപയ്ക്ക് കിട്ടിയൊരു ഡ്രസ്സാണ്. അത് ഞാൻ പുറത്തൊന്നും ഇടത്തില്ല. എനിക്ക് അങ്ങനത്തെ ഇടാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണം, അതിട്ട് അമ്മ ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ, അവർക്കിടാൻ ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് റെഡിയായി വരുന്നു. മോളെ ഒരാളവിടെ ടാങ്ക് ഉണ്ടാക്കുവാണ് എല്ലാവർക്കും വേണ്ടി. എന്താ കൂട്ടാ? ആ വരാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളില്ല ഫോട്ടോസ് എടുത്ത് വന്നു. ഫോട്ടോസ് എടുത്തു. അവർക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ടാങ്ക് ഉണ്ടാക്കുകയാണ്.
അമ്മയുടെ എമ്മിക്കുട്ടനാണോ ടാങ്ക് ഉണ്ടാക്കണേ? പഞ്ചസാര പാത്രത്തിൽ കൈ പോലും എത്തണല്ലോ. എന്നാലും നമ്മുടെ കുഞ്ഞുണ്ടാക്കണം. അമ്മ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കണമെന്നാണ് ഇഷ്ടം. 3 പേർക്കും കൂടി ഉണ്ടാക്കണം. പപ്പക്ക് ഉണ്ടാക്കിയില്ല? ചോദിച്ചപ്പോ മിണ്ടിയില്ലേ? ആണോ? ആ, അപ്പൊ അവരിങ്ങനെ ടാങ്ക് ഉണ്ടാക്കുക. സാർ ചേച്ചിക്കും റബേക്കും. ഓക്കെ, കുഞ്ഞുണ്ടാക്കും കേട്ടാ. പഞ്ചസാര മറിച്ചിലെടുത്തിട്ടാ ഒരു കൈ പിടിച്ചോണ്ടിട്. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് മന്നിച്ച് പോലെ ചെയ്യിക്കുക. ഉറക്കം വരും. എവിടെയെങ്കിലും കിടന്ന് ഞാൻ അവിടെ ഇങ്ങനെ മയങ്ങിപ്പോവും. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ. കുഞ്ഞു വന്നാ ബൈ ബൈ.